സിമ്പിൾ ഇംഗ്ലീഷിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലും പോകാനായിട്ട് വൈകി പോകത്തില്ലേ അല്ലേ? നമ്മളിപ്പം ചിലപ്പോൾ അത് സ്കൂളിലായിരിക്കും, കോളേജിലായിരിക്കും, ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫങ്ഷനായിരിക്കും, എന്തിനു തന്നെയാണെങ്കിലും നമ്മൾ ഇറങ്ങാൻ അല്പം താമസിച്ചു പോയി എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഏറ്റവും മര്യാദയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ചും ആരെങ്കിലും നമ്മളെ കാത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ചു പറയാം, ഞാൻ വരാൻ ഇച്ചിരി വൈകുമെന്ന് അല്ലേ? അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്, ചിന്തിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചിട്ട് അവരോട് പറയും, ഹേയ്, ഐ വിൽ ബി എ ലിറ്റിൽ ലേറ്റ്. എന്ത് പറയും? ഹലോ, പേരാണെങ്കിൽ പേര് പറയാം. ഐ വിൽ ബി എ ലിറ്റിൽ, കുറച്ച്, ലേറ്റ്. ഈ ഒരൊറ്റ സെൻറ്റൻസ് മതി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു കൊളീഗിനെ അല്ലെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ നമ്മൾ പറയുകയാണ്, അയ്യോ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, വരേണ്ടതാണ്, പക്ഷേ ഞാനിപ്പോൾ ഇച്ചിരി വൈകിയാണ് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? Then you will say, I am running a little late. I'm running a little late. I will join you in another 20 minutes. I'm running a little late. I will join you shortly. ഞാൻ ഇച്ചിരി വൈകിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിൽ ഞാൻ നിങ്ങളെ ജോയിൻ ചെയ്യാം. ഐ എം റണ്ണിങ് എ ലിറ്റിൽ ലേറ്റ്. ഐ വിൽ ജോയിൻ യു ഷോർട്ട്ലി. സമയം കൊടുക്കണമെങ്കിൽ പറയാം, ഐ വിൽ ബി എ ലിറ്റിൽ ലേറ്റ്. സേ ഐ വിൽ ജോയിൻ യു ഗൈസ് ബൈ സമയം. ഐ വിൽ ജോയിൻ യു ബൈ സമയം. അല്ലെങ്കിൽ ഐ വിൽ റീച്ച് ദെയർ. നമുക്കൊരിടത്ത് എത്താനാണെങ്കിൽ ഐ വിൽ റീച്ച് ദെയർ ബൈ 3 o'clock, 4 o'clock, ഏത് സമയമാണെങ്കിലും. സോ ഡോണ്ട് ബി ലേറ്റ്. വൈകരുത് കേട്ടോ. ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. ടൈം കീപ്പിംഗ്, പങ്ക്ച്വാലിറ്റി ഈസ് എൻ അമേസിങ് വെർച്യു. അതൊരു നല്ല ബിഹേവിയറാണ്. അത് ശീലിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. പക്ഷേ സാഹചര്യം കാരണം ചിലപ്പോൾ നമ്മൾ ഇച്ചിരി വൈകി പോകാം. അങ്ങനെയാണെങ്കിൽ പറയും, I am a little late. I will join you by 3 o'clock, or I will join you guys in 20 minutes, or I'll join you shortly. അല്ല, നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ I am running a little late. Sorry, I will join you in 20 minutes. Keep watching Simple English. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ സൈഡിലൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്. അതും കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം പുതിയ ലെസൺസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാ ദിവസവും കണ്ടാൽ മാത്രമേ സിമ്പിൾ ഇംഗ്ലീഷ് കൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. സോ കീപ് വാച്ചിങ് സിമ്പിൾ ഇംഗ്ലീഷ്.